എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ ഭർത്താവിന്റെ അമ്മ നടത്തുന്ന ചിട്ടിപ്പിരിവിന്റെ കാര്യത്തിനായി ശിവൻ അവിടെ ജോലിക്കായി വരുന്നുണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. ശിവന്റെ ലൈഫിനെ കുറിച്ചോ ശിവൻ വീട്ടിൽ നിന്ന് വഴക്കിട്ട് മാറി നിൽക്കുകയാണെന്നോ ഒന്നും എനിക്കറിയില്ല. അത് തിരക്കേണ്ട കാര്യവും എനിക്കില്ല. ശിവൻ ജോലി ചെയ്യുന്നു, പണം വാങ്ങി പോകുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധവും അവിടെ ആരുമായിട്ടും ശിവനില്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. പിന്നെ ആ വീഡിയോയുടെ കാര്യം, അതൊരു അത്യാവശ്യ മീറ്റിംഗിന് എന്റെ ഔദ്യോഗിക വാഹനം കേടായി. പെട്ടെന്ന് അവിടെ എത്താൻ ശിവന്റെ ജീപ്പിനെ ആശ്രയിക്കേണ്ടി വന്നു. അതെന്റെ ശത്രുക്കള് ഭംഗിയായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. അതിൽ കൂടുതലൊന്നും ആ വീഡിയോയിൽ ഇല്ല. പിന്നെ മസിൽ പവറിന്റെ കാര്യം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്റേടവും കൈക്കരുത്തും ഉള്ള ചെറുപ്പക്കാര് വണ്ടി ഓടിക്കുന്നതാണ് ഹരം. പക്ഷെ ഞങ്ങളെപ്പോലുള്ള കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾക്ക് എന്നും സുരക്ഷിതം പയറ്റിത്തെളിഞ്ഞ ഇതുപോലുള്ള നര കയറിയ ഡ്രൈവർ ചേട്ടന്മാര് തന്നെയാ. കേട്ടിട്ടില്ലേ, പാമ്പും പഴയതാണ് നല്ലതെന്ന്? കേട്ടിട്ടില്ലെങ്കിൽ മനസ്സിൽ കുറിച്ചിട്ടോ. ഈ പ്രായം കഴിഞ്ഞ് കുറച്ചുകൂടി മൂക്കുമല്ലോ, അപ്പ ഉപകരിക്കും. രാമേട്ടാ, വണ്ടി എടുക്ക്. ശാലിനി, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് ശിവനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതെപ്പോഴല്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും മാഡത്തിന് ഉപകരിക്കും. നിങ്ങളിപ്പോ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ശിവനല്ല യഥാർത്ഥ ശിവൻ. മാണിക്യോത്തെ മഹേന്ദ്രനേക്കാൾ എല്ലാ തന്റെ ഇടത്തരവും അവനിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ശിവനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് സാഹസത്തിനും ഏതറ്റം വരെയും പോവും. എന്തിനും അവൻ തയ്യാറാവും. ഒരു വലിയ ക്രിമിനൽ അവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ക്രിമിനലിന്റെ ബുദ്ധിയിൽ അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നമ്മള് വീടിന്റെ മുന്നില് ബിവെയർ ഓഫ് ഡോഗ് എന്ന് എഴുതി വെക്കാറില്ലേ? മനസ്സിൽ അതുപോലെ കുറിച്ചു വെക്കേണ്ട വാചകമാ ബിവെയർ ഓഫ് ശിവൻ. ബിവെയർ ഓഫ് ശിവൻ. ബിവെയർ ഓഫ് ശിവൻ.